ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു അറബിക് സ്കിൻ കെയർ റൂട്ടിനെ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ കുറേ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു, പക്ഷേ കറക്റ്റായിട്ട് ആരും അറബിക് സ്കിൻ കെയർ റൂട്ടിനെ പറ്റിയ വീഡിയോ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉപകാരപ്പെടും എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചോളൂ എനിക്കറിയില്ല, നമ്മുടെ ഈ അറബ്സിൻ്റെ സ്കിൻ നോക്കുകയാണെന്നൊക്കെ മനസ്സിലാകും. നല്ല ഫ്രഷും നല്ല ഗ്ലോയിങ്ങും നല്ല ക്ലിയറും സ്കിന്നായിരിക്കും അവരുടെ. അതെങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ ഇന്ത്യനെ അപേക്ഷിച്ച് ഭയങ്കര ഹ്യൂമിഡ് ക്ലൈമറ്റാണ് ഈ അറബ് കൺട്രീസിലുള്ളത്. അപ്പോൾ അത്ര ഹ്യൂമിഡ് ക്ലൈമറ്റുള്ള ആൾക്കാരുടെ സ്കിൻ എങ്ങനെ ഇത്ര ഫെയറും ഇത്ര ഗ്ലോയിങ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും? അതിന് പ്രധാനമായി 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ അവർ പ്രോപ്പർ സ്കിൻ കെയർ, രണ്ടാമത്തെ അവരുടെ ഡയറ്റ്, മൂന്നാമത്തെ അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ്. ഇത് മൂന്നുമാണ് അവരുടെ സ്കിൻ ഇത്ര ഗ്ലോയിങ്ങും ഇത്ര ബ്യൂട്ടിഫുള്ളായി നിൽക്കാൻ സഹായിക്കുന്നത്. അവരുടെ ഡയറ്റിലേക്ക് വരുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സലാഡ്സിനാണ്. നമ്മുടെ ഇന്ത്യക്കാരാണ് പൊതുവെ സലാഡ്സിന് വലിയ പ്രാധാന്യം കൊടുക്കാറ്. ഫോറിനേഴ്സ് സലാഡ്സിന് നല്ലൊരു പ്രാധാന്യം അവരുടെ ഡയറ്റിൽ കൊടുക്കുന്നുണ്ട്. ഈ സലാഡ്സിലുള്ള ഇൻഗ്രീഡിയൻസ് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളനുസരിച്ച് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ ഒരു നോർമൽ സലാഡ്സിലുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അവക്കാഡോസ് ഉണ്ടാകും, ടൊമാറ്റോസ് ഉണ്ടാകും, ക്യാരറ്റ് ഉണ്ടാകും, കുക്കുംബർ ഉണ്ടാകും, പിന്നെ എന്തെങ്കിലും ഇലക്കറികളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. ടേസ്റ്റിന് വേണ്ടി പൈനാപ്പിൾ സ്ലൈസ് അവർ ആഡ് ചെയ്യാറുണ്ട്, പിന്നെ വാട്ടർ മെലോൺ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സലാഡ്സാണ് ഇവർ 3 നേരം കൺസ്യൂം ചെയ്യുന്നത്. ചിക്കനായാലും ബീഫായാലും മട്ടനായാലും പുറത്തുള്ള നോൺ വെജ് ഐറ്റംസ് ഈ സലാഡ്സിൻ്റെ കൂടെയാണ് ഇവർ ആഡ് ചെയ്യുന്നത്. ഈ മീറ്റ് ഐറ്റംസ് മാത്രം കഴിക്കാറില്ല. കാര്യം അവരുടെ ക്ലൈമറ്റ് ഓൾറെഡി നല്ല ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇവർ ബോഡി ഒന്ന് കൂളാക്കാൻ വേണ്ടി ഇവർ സലാഡ്സും ഇവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ സലാഡ്സിൻ്റെ ഏറ്റവും മെയിൻ ഗുണം പറഞ്ഞാൽ ഇത് റിച്ച് ഇൻ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അവിടെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അത്ര ഗുണമുള്ള സാധനമാണ് സലാഡ്സ്. അപ്പോൾ ഈ സലാഡ്സ് ആണ് ഇവർ ഡയറ്റിലെ ഒരു മെയിൻ ഐറ്റം. അതുപോലെ ഇവർ ഡയറ്റിൽ ധാരാളമായി ഡേറ്റ്സ് ആഡ് ചെയ്യുന്ന ഈന്തപ്പഴം. ഈ ഈന്തപ്പഴത്തിൻ്റെ ഏറ്റവും മെയിൻ ഗുണം പറഞ്ഞാൽ ഈന്തപ്പഴം റിച്ച് ഇൻ അയണാണ്. ഈ അയൺ കണ്ടുള്ള ഈന്തപ്പഴം ധാരാളമായി അവർ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ സ്കിന്ന് എപ്പോഴും നല്ല ഗ്ലോയിങ് ആയി നിൽക്കാൻ സഹായിക്കും. അതുപോലെ ഈന്തപ്പഴം റിച്ച് ഇൻ കൊളാജൻ ബൂസ്റ്ററാണ്. അതുപോലെ നമ്മുടെ ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും, നമ്മുടെ സ്കിൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ ഈന്തപ്പഴത്തിനുണ്ട്. അതുകൊണ്ട് ഈന്തപ്പഴം ധാരാളമായി കൺസ്യൂം ചെയ്യുന്നത് മൂലം ഇവരുടെ സ്കിന്നും ആ രീതിയിൽ ഗ്ലോ ആയി നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവർ ധാരാളം നട്ട്സ് ഐറ്റംസ് ഡയറ്റിൽ ആഡ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്സ്, അതുപോലെ തന്നെ ബദാം, പിസ്ത മുതലായ നട്ട്സ് വർഗ്ഗങ്ങളും ഇവർ ധാരാളമായി കൺസ്യൂം ചെയ്യാറുണ്ട്. ഇതുമൂലം അവരുടെ സ്കിന്നിൽ എപ്പോഴും ഇലാസ്റ്റിറ്റി നിലനിൽക്കാൻ സഹായിക്കും. അതുമൂലം അവരുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇവർ ധാരാളമായി വെള്ളം കൺസ്യൂം ചെയ്യാം. ഈ വെള്ളം ധാരാളമായി കുടിക്കുന്ന പോലെ അവരുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടും എപ്പോഴും മോയ്സ്ചറൈസ് ആയിട്ടും നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ജ്യൂസ് ഐറ്റംസും ഇവർ ധാരാളമായി കൺസ്യൂം ചെയ്യാറുണ്ട്. ഈ ജ്യൂസ് ഐറ്റംസിൽ ഇവർ ധാരാളമായി ഈ റോ ജ്യൂസും കുടിക്കാറുണ്ട്, അതുപോലെ തന്നെ മിക്സഡ് ജ്യൂസും കുടിക്കാറുണ്ട്. ഈ മിക്സഡ് ജ്യൂസിൽ ഏറ്റവും കൂടുതൽ അറബ്സ് യൂസ് ചെയ്യുന്ന ജ്യൂസ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നെല്ലിക്ക, രണ്ടാമത്തെ ബീറ്റ്റൂട്ട്, മൂന്നാമത്തെ ഓറഞ്ച്. ഇത് 3 കൂടെ മിക്സ് ചെയ്തടിച്ച് മിക്സഡ് ജ്യൂസായിട്ട് ഇവർ കൺസ്യൂം ചെയ്യാറുണ്ട്. ഇതും ഇവരുടെ സ്കിന്നിൻ്റെ ഗ്ലോയും ബ്യൂട്ടിയും നിലനിൽക്കാൻ ഇവരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇവർ കാസ്റ്റർ ഓയിൽ ഇവരുടെ പുരികങ്ങളുടെ വളർച്ചയ്ക്കും അതുപോലെ കൺപീലികളുടെ വളർച്ചയ്ക്കും സൗന്ദര്യത്തിനും വേണ്ടി ഇവർ കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണ ഇവർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ആർഗൻ ഓയിൽ. ഈ ആർഗൻ ഓയിൽ മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗോൾഡ് എന്നാണ്. കാരണം അതിൻ്റെ ആ ഒരു ഗുണം കൊണ്ടാണ് അതിൻ്റെ പേര് വന്നത്, ലിക്വിഡ് ഗോൾഡ് എന്ന്. ഈ ഒരു ആർഗൻ ഓയിൽ അവരുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ ത്വക്ക് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ബ്യൂട്ടിയും ആ ഒരു ടെക്സ്ചറും ആ ഒരു ഗ്ലോ ഒക്കെ നിലനിർത്താൻ വേണ്ടി ഇവർ ഈ ആർഗൻ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫേസ് പാക്കിലേക്ക് വരുവാണെങ്കിൽ ഈ അറബ്സ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത് വന്നൊരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ സാഫ്രോൺ പ്ലസ് മിൽക്ക് ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും മെയിൻ ഗുണം പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ ഫൈൻ ലൈൻസ് റിംഗിൾസ് റെഡ്യൂസ് ചെയ്യും, നന്നായിട്ട് കൊളാജൻ ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ നല്ല ഗ്ലോ എൻഹാൻസർ ആണ്. കുറേ ഗുണങ്ങളുള്ളൊരു ഫേസ് പാക്കാണ് ഈ സാഫ്രോൺ പ്ലസ് മിൽക്ക് ഫേസ് പാക്ക്. ഈ ഒറിജിനൽ സാഫ്രോൺ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഈ സാഫ്രോൺ പ്ലസ് മിൽക്ക് ഫേസ് പാക്കിൽ ഇവർ ഉപയോഗിക്കുന്ന മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ക്യാമൽ മിൽക്കോ അല്ലെങ്കിൽ ഗോട്ട് മിൽക്കായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മിക്സിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഈ സാഫ്രോൺ പൗഡർ ബേസ് കിട്ടും ഈ അറബ് കൺട്രീസിലൊക്കെ, അത് അവർ മേടിക്കും. എന്നിട്ട് 1-2 ടീസ്പൂൺ ഈ സാഫ്രോൺ അവർ ബൗളിലേക്ക് ഇടും. അതൊന്ന് മിക്സ് ചെയ്യുന്ന പരുവത്തിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ മിൽക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കും. എന്നിട്ട് ഈ ഒരു പാക്ക് അവർ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് വാഷ് ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് അവർ വീക്ക്ലി 2 അല്ലെങ്കിൽ 3 ടൈംസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അവരുടെ ബ്യൂട്ടി പ്രൊഡക്ട്സിലേക്ക് പോവാം. സൺസ്ക്രീനാണ് അവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റ്. അറബ്സുകളും അതുപോലെ ഫോറിൻ കൺട്രീസ്, അതായത് USA, UK മുതലുള്ള രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീൻ ഒബാഗയുടെ സൺഷീൽഡ് SPF 50+ സൺസ്ക്രീനാണ്. ആൾക്കാർക്ക് അഫോർഡബിൾ ആണെന്ന് അറിയില്ല, ഇച്ചിരി റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. US ബേസ് പ്രീമിയം ബ്രാൻഡ് സൺസ്ക്രീനാണ്. ഈ ഒരു സൺസ്ക്രീനാണ് കൂടുതലും ഈ
അറബ്സുകൾ യൂസ് ചെയ്യുന്നത്. 2024 USA നടന്ന ഷേപ്പ് സ്കിൻ അവാർഡിൽ ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീനെ തിരഞ്ഞെടുത്ത ഒരു സൺസ്ക്രീൻ കൂടിയാണ് ഈ ഒബാഗയുടെ ഈ ഒരു സൺഷീൽഡ് സൺസ്ക്രീൻ. ഇതിൻ്റെ മറ്റൊരു ഗുണം പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസ് കൂടി ചെയ്യും നമ്മുടെ സ്കിന്നിനെ. അതുപോലെ തന്നെ അവർ പറയുന്നത് ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഒരു 5 മണിക്കൂർ വരെ നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ അതിൻ്റെ ബെസ്റ്റ് സൺസ്ക്രീൻ അവാർഡ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഒബാഗയുടെ സൺഷീൽഡ് സൺസ്ക്രീനാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ മോയ്സ്ചറൈസർ, അവർക്ക് ഒരിക്കലും ഒഴിച്ചുവിടാനാവാത്തൊരു സംഭവം തന്നെ മോയ്സ്ചറൈസർ. കാര്യം ഈ ശരീരത്തിൻ്റെ ഈ ഈർപ്പം നിലനിർത്താനും സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസർ ഉണ്ടേ പറ്റത്തുള്ളൂ. അതുപോലെ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അവർ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച വരുത്താറില്ല. സെറാവിയുടെ മോയ്സ്ചറൈസറാണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സെറാവി എന്ന് പറഞ്ഞൊരു പ്രീമിയം ബ്രാൻഡ് കൂടുതൽ ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഒറിജിനലാണോ അല്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കൂടുതൽ ഇത് ഫോറിൻ കൺട്രീസിലൊക്കെയാണ് ഇതിൻ്റെ ഒറിജിനൽ കിട്ടാൻ സാധ്യത. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കാരോ പരിചയക്കാരെങ്കിലും ഇതുപോലെ തന്നെ ഖത്തറിൽ, ദുബായിൽ, അതുപോലെ അറബ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു വിടുവാണെങ്കിൽ അവിടെ കിട്ടും, അവിടുത്തെ ബസാറിൽ കിട്ടും ഇതിൻ്റെ ഒറിജിനൽ. അപ്പോൾ അത് നല്ലൊരു മോയ്സ്ചറൈസർ കൂടെയാണ്. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസറാണ് ഇവർ ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ടോണറായിട്ട് ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. വേറെ ടോണേഴ്സ് ഒന്നും അവരധികം യൂസ് ചെയ്യാറില്ല. പിന്നെ സ്കിൻ ലൈറ്റനിങ് ക്രീം, അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന സ്കിൻ ലൈറ്റനിങ് ക്രീം F&W എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് വൈറ്റ് പാരീസിൻ്റെ വൈറ്റമിൻ സി സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ ഭയങ്കര മാർക്കറ്റുള്ള സ്കിൻ ലൈറ്റനിങ് ക്രീമാണ്, ഭയങ്കര ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീമാണിത്. ഇതൊരു പ്രീമിയം ബ്രാൻഡ് സ്കിൻ ലൈറ്റനിങ് ക്രീമാണ്. ഈ ഒരു ക്രീമാണ് കൂടുതൽ അറബ്സുകൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വൈറ്റമിൻ സി, അതുപോലെ നിയാസിനമൈഡ്, ആൽഫ റിബ്യൂട്ടിൻ മുതലായ സ്കിൻ ലൈറ്റനിങ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ F&W പാരീസിൻ്റെ സ്കിൻ ലൈറ്റനിങ് ക്രീം ഉണ്ടെങ്കിലും അതൊന്നും ഒറിജിനൽ അല്ല. ഒറിജിനൽ എന്തായാലും ഇന്ത്യയിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. കൂടുതൽ ഫോറിൻ രാജ്യങ്ങളിലാണ് ഈ F&Wയുടെ സ്കിൻ ലൈറ്റനിങ് ക്രീംസ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതും നിങ്ങളുടെ പരിചയക്കാർ ആരെങ്കിലുമൊക്കെ പുറത്തുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു വിടുവാണെങ്കിൽ അവർ കൊണ്ടുവരും. നല്ലൊരു സ്കിൻ ലൈറ്റനിങ് ക്രീമാണ്. ഈ പ്രോഡക്ട്സുകളാണ് ഇവരുടെ സ്കിൻ കെയർ റൂട്ടീനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അറബ് സ്കിൻ കെയർ റൂട്ടീനിലെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.